ഹായ് ഓൾ, അമ്പാടീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മുട്ട കൊണ്ട് 4 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. എഗ് കട്ട്ലറ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത്. അതിനായിട്ട് 4 മുട്ട പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 ഉരുളക്കിഴങ്ങ് നേരത്തെ കുക്കറിൽ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ടാട്ടോ ഉടച്ചെടുക്കാൻ തുടങ്ങിയത് ഞാൻ, പക്ഷേ പറ്റുന്നില്ല. അതുകൊണ്ട് സ്പൂണൊക്കെ അവിടെ മാറ്റി വെച്ച് ഞാൻ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കുവാണ്. നിങ്ങൾക്ക് ഉടയ്ക്കുന്ന സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ടൊക്കെ ചെയ്യാം. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കുവാണ്. എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചെടുക്കുമ്പോഴത്തേക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്തിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ എല്ലാ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു പകുതി ഭാഗം ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയാണ് ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസ് ആയതുപോലെ തോന്നിയതുകൊണ്ട് ഞാനൊരു 2 ബ്രെഡ് പീസും കൂടി അതിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുഴച്ച് കഴിഞ്ഞപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് മുട്ട ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. മുട്ട നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പിലെടുക്കാം. ഞാൻ ഒരു മുട്ടയെ 4ആയി ഒന്ന് പീസാക്കിയിട്ടുണ്ട്, കാരണം അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഉരുളക്കിഴങ്ങ് കുഴച്ച് വെച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി അതിൻ്റെ നടുവിലേക്ക് ഒരു മുട്ടയുടെ പീസും വെച്ചിട്ട് മുട്ടയ്ക്ക് ചുറ്റും ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് ഒരു ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ കുറച്ച് ബ്രെഡ് പൊടിച്ചതിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു കിഡിലൻ സ്നാക്കാണ്. സ്ലോ ഫ്രൈ ചെയ്യണം കേട്ടോ, ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലെയിം മീഡിയത്തിനും സ്ലോയ്ക്കും ഇടയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. പിന്നെ ഉള്ളിൽ എഗ്ഗും കൂടി ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. കുറച്ച് സോസും കൂടി എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ കിഡിലൻ സ്നാക്കാണ്. ഗസ്റ്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്